പൊൻപൂവണിഞ്ഞു തൂമഞ്ഞും പൊന്മുത്തായി പൂവെല്ലാം പൊൻപണമായി വൈരാഗപ്പൊന്മുടിയിൽ പൊന്നുരുകി തൂവിപ്പോ. എന്തോ ഇടാ മുണ്ടൊക്കെ എടുത്ത് സുന്ദരനായിട്ടുണ്ടല്ലോ. എടുക്കാൻ അറിയോ നിനക്ക്? എനിക്കറിയത്തില്ല, വാപ്പി ഉടുപ്പിക്കുന്നേ. ആണോ? ഓക്കെ, ചോദിക്കാം. ശരത് സാർ. മോനെ, എന്തോ നല്ല പാട്ട്, നല്ല രസമാണ് ആ പാട്ടിന്റെ ഒരു കൺസ്ട്രക്ഷൻ, ബ്യൂട്ടിഫുൾ. മക്കളെ നന്നായിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സാർ. പിന്നെ കുറച്ച് ക്ലാരിറ്റി ആവാം. പല്ലവിയുടെ എൻ്റെ ഒന്ന് പാടാമോ? പൂവെല്ലാം പൊൻപണമായി മോനെ ശ്രുതിടാ. പൂവെല്ലാം പൊൻപണമായി. ഇപ്പോഴും ശ്രുതി ചേരണില്ല. നീ ഷിനു അവന്റെ ശബ്ദത്തോട് ചേരുന്ന ഒരു കോട്ടിട്ടു. ഓ, മധ്യമത്തിലിട്ട് പിടിച്ച്. ഓക്കെ. പൂവെല്ലാം പൊൻപണമായി. ആ മോനെ, അത് എന്നിട്ട് സുഖം വേണം അവിടെ ഏത് പാടുമ്പോഴും. നീനാരേ എങ്ക പറ മൈനാക എന്ന് പറഞ്ഞങ്ങോട്ട് തുടങ്ങുമ്പോ ഒരു ആഹാ എന്ന് നമുക്ക് തോന്നണ്ടേ? തോന്നണോ? തോന്നണം. ആ പിന്നെ മക്കളെ നല്ല പാട്ടുകാരൻ, നല്ല കഴിവാണ് നിനക്ക്. നീ പാടുമ്പോൾ നിന്റെ ജ്ഞാനം നമുക്കത് മനസ്സിലാവും മക്കളെ കേട്ടാ. പക്ഷെ എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് പാടണം. ചുമ്മാ മുണ്ട് കൊടുത്ത് നടന്നിട്ട് കാര്യമൊന്നുമില്ല കേട്ടാ അതുപോലെ ഈ ആതിര പെണ്ണാളിന് അതൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല മക്കളെ. ആ രണ്ടില്ലേ എന്നൊന്ന് പാടാമോ? ആതിര പെണ്ണാളിൻ മണിവീണ തന്ത്രികളിൽ മോഹത്തിൻ നീലാംബരികൾ തെളിയുന്നു മായുന്നു. ആ ഇപ്പൊ അതിനൊരു ഐശ്വര്യമുണ്ട്. പിന്നെ അതുപോലെ മക്കളെ ദശപുഷ്പം ചൂടുമ്പോൾ ഒന്ന് പാടാമോ മക്കളെ? ദശപുഷ്പം ചൂടുമ്പോൾ. മോനെ ഒന്നുകൂടെ തള്ളിപ്പിടിക്ക്. ദശപുഷ്പം ആയിട്ടില്ല, നവപുഷ്പമേ ആയിട്ടുള്ളൂ, 9 ആയിട്ടുള്ളൂ. ദശ ആവണമെങ്കിൽ കുറച്ചും കൂടെ കയറ്റി പിടിക്ക്. ദശപുഷ്പം ദശപുഷ്പം മേളിൽ പിടിച്ചോ നീ. ദശപുഷ്പം ചൂടുമ്പോൾ. മോനെ അത് ചേരട്ടടാ. ആ അത് മോനെ ഇത് കേൾക്കാൻ പറ്റുന്നു. ആ മുടി വെച്ച ചെക്കനിട്ട് കുത്തുന്ന കേൾക്കുന്നുണ്ടോ? ആ പിന്നെന്താ അത് ചേർത്ത് പാടാത്തത്? ആ മോനെ ഇപ്പോഴും ഫ്ലാറ്റാടാ. ആ സ്ട്രെയിൻ ഉണ്ടാ വേണ്ട മക്കളെ. പിന്നെ പാടാ, അത് സ്ട്രെയിൻ ഉള്ളപ്പോൾ എത്തത്തില്ല നമുക്ക് കേട്ടാ. കോറസ് മനോഹരമായിരുന്നു കേട്ടോ മക്കളെ, ബ്യൂട്ടിഫുള്ളായിരുന്നു. നൈസ്. അപ്പം മോനെ ഇതൊക്കെയാടാ ചക്കരെ. ഇത് നീ കുറച്ചും കൂടെ ശ്രുതിയുടെ കാര്യത്തിൽ ഒരു ഇത് കംഫർട്ടബിളായ കാര്യം. ഇവിടെ പാടുന്ന എല്ലാവർക്കും ഇവിടെയുള്ള എൻജിനീയേഴ്സ് കൃത്യമായിട്ടുള്ള അളവിനാണ് നിങ്ങൾക്ക് ആ ഇന്നിയറിലൊക്കെ തരുന്നത്. ഒന്നാമത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇത് ആദ്യത്തെ റിയാലിറ്റി ഷോയിലാണ് ഇന്നിയർ യൂസ് ചെയ്യാൻ തരുന്നത്. മറ്റുള്ള കുട്ടികൾക്ക് മറ്റേ ഫ്രണ്ട് മോണിറ്റർ കാണും, ഒരു വെഡ്ജ് മാത്രം കൊടുക്കും. ആ അത്രേ ഉള്ളൂ, അത് വെച്ച് കാച്ചിക്കോളൂ. ഇത് നിങ്ങൾക്ക് പ്രൊഫഷണൽസ് പാടുന്നതുകൊണ്ടാണ്. മൈക്കിൾ ജാക്സനൊക്കെ കൊടുത്തിരുന്ന സാധനമാണ് മോൻ്റെ ഒക്കെ ചെവിയിലുള്ളത് കേട്ടോ. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്താൽ നമ്മൾ പാടുന്ന വളരെ വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റും, പിന്നെ ശ്രുതി കേൾക്കാൻ പറ്റും. അത്രേ ഉള്ളപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്യണ്ടേ കേട്ടോ. ഇതൊക്കെ ശ്രദ്ധിച്ചോളാം കുഞ്ഞ്. നല്ല ജ്ഞാനസ്ഥനാടാ നീ, അതിലൊരു നമുക്കൊരു എതിർ ആലോചനയില്ല. ഓൾ ദി ബെസ്റ്റ് മോനെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഷാനിക. റിഹാൻ, എന്തോ നല്ല സോങ് സെലക്ഷൻ. താങ്ക് യു സർ. റിഹാൻ നന്നായിട്ട് പാടിയടാ നീ. താങ്ക് യു സർ. പക്ഷെ ഇത് തുടക്കം തൊട്ട് ആ ഒരു സ്ട്രെയിൻ ഉണ്ടായിരുന്നു. കാരണം ആ ഒരു അല്ലെങ്കിൽ ഈ പൂവെല്ലാം പൊൻപണമായൊക്കെ റിഹാൻ ക്ലീൻ ആയിട്ട് പാടും. ഇത് ആ ഒരു മൊത്തത്തിലൊരു ക്ലാരിറ്റി പ്രശ്നം ഉണ്ടായി. എനിക്ക് ശരിക്കും അടിച്ചത് നമ്മുടെ ദശപുഷ്പം ചൂടുമ്പോൾ. അവിടെയാണ് ആ ഹൈ പോകുന്നിടത്ത് ഇനി പാടണ്ട. അത് എനിക്ക് മനസ്സിലായി, അത് മറ്റേ ക്രർ വരാൻ തുടങ്ങി അതിൻ്റെ കൂടെ. അതേപോലെ തന്നെ ചരണത്തിൽ പൂവേ പൊലി പാടുന്നു, അതും ആ ഹൈ അടിക്കുമ്പോൾ നമുക്ക് ആ സ്ട്രെയിൻ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കാം കേട്ടോ. നമ്മളിത് കോമ്പറ്റീഷൻ ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തവണ എലിമിനേഷൻ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ മാക്സിമം മാർക്സ് അടിച്ചെടുക്കാൻ നോക്കാം കേട്ടോ. അത്രേ ഉള്ളൂ. താങ്ക് യു ഷാനിക. ഹരിചേട്ടാ. റിഹാൻ, ആദ്യം തന്നെ ഈ ഒരു സോങ് സെലക്ട് ചെയ്തതിന് സൂപ്പർ. താങ്ക് യു. ഇത്രയും ഒരു പോസിറ്റിവിറ്റി ഉള്ള അല്ലേ, നമുക്ക് എപ്പോഴും ആ ഒരു മോർണിംഗ് ഒരു ഐശ്വര്യമുള്ളൊരു പാട്ട്.
അത്രേ രസമുള്ളൊരു ഇപ്പോഴും കേട്ടാലും നമുക്ക് ചാനൽ മാറ്റാൻ തോന്നില്ല. അത്രയും നല്ല വിഷ്വലൈസേഷനും എല്ലാം കൊണ്ടും ഈ പാട്ട് ഭയങ്കര ഗംഭീരമായുള്ള ഒരു പാട്ട്. മോൻ അത്യാവശ്യം കുഴപ്പമില്ല പാടി. താങ്ക് യു കുഴപ്പം സർ. ചൗട്ട്സ് ഇങ്ങനെ എല്ലായിടത്തും ഉണ്ടായിരുന്നു. കാരണം ഇതൊക്കെ ഈ രാഗത്തിൻ്റെ ഒരു ഇതാണ്, ഒരു മോർണിംഗ് രാവിലെയൊക്കെ കേൾക്കാൻ പറ്റിയൊരു രാഗമാണിത്. അപ്പോൾ അത് മോനെ നമ്മൾ ആ കറക്റ്റ് ശ്രുതി ചേർന്നില്ലെങ്കിൽ ഒന്നും അങ്ങോട്ട് കണക്റ്റ് ആവില്ല. ദശപുഷ്പമൊക്കെ മോന് സ്ട്രെയിൻ ഉള്ളതുകൊണ്ടായിരിക്കാം ഒന്നും റീച്ച് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ കുറച്ച് ഇപ്പം മോന് നല്ല ഫ്രീ ആയിട്ടുള്ളൊരു സിംഗിങ്ങാണ്, പക്ഷെ കുറച്ചും കൂടി ക്ലാരിറ്റി ശരത്തേട്ടൻ പറഞ്ഞ പോലെ ഒരു ആ ശ്രുതി ഒന്ന് തരാമോ? താരേ താരേ താരേര. അപ്പോൾ അതൊക്കെ ചുമ്മാ അങ്ങ് പാടി പാടി വിടുന്ന പോലെ തോന്നി. അതൊക്കെ ഇമ്പോർട്ടൻ്റാ കേട്ടോ. പൂവെല്ലാം പൊൻപണമായി മൈനാക താരേര താരേ താരേ താരേര. അതൊക്കെ രസമായിട്ട് പാടി. പക്ഷെ അവിടെ ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ വേരി ചെയ്യുന്നുണ്ടായിരുന്നു. പിച്ച് ഒരിടത്തും അങ്ങനെ എത്തുന്നില്ല, തൊട്ട് 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 ഇങ്ങനെ പോവുമായിരുന്നു കേട്ടോ. അപ്പം കുറച്ചുകൂടി ബെറ്ററായിട്ട് നെക്സ്റ്റ് റൗണ്ടിൽ പെർഫോം ചെയ്യണം. കോമ്പറ്റീഷൻ ടൈറ്റ് ആവുകയാണ്. എല്ലാവരും പെർഫോമൻസിൽ എന്താ പറയുക കുറച്ചുകൂടി ശ്രദ്ധിച്ചു തുടങ്ങി. അപ്പോൾ മോനെ നെക്സ്റ്റ് റൗണ്ടിൽ കുറച്ചുകൂടി ബെറ്റർ ആവണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. റിഹാൻ മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഹരിച്ചേട്ടാ സാധാരണ പാടുന്ന ഒരു സംഭവം എനിക്ക് കിട്ടിയില്ല. 7.5. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക റിഹാൻ 8. താങ്ക് യു സർ. ഇപ്പൊ 15.5 മാർക്സ് ആണ് ടോട്ടൽ കിട്ടിയിട്ടുള്ളത്. സാരല്ല, നമുക്ക് നോക്കാം. ശരത് സാറിന്റെ മാർക്ക് അവിടെ ഹൈഡ് ചെയ്തിട്ടുണ്ടല്ലോ. ടെൻഷൻ ആവണ്ടടാ. ആ മാർക്ക് ഞാനുണ്ട് കാണാതെ മക്കളെ വരണം. നിന്റെ കൂടെ. അതെ അതെ. ഒരു ആപ്പൽ ബാന്ധവനായിട്ട് ഞാൻ കൂടെ ഉണ്ടാവും. എന്താണ് എന്താണ്? കാവൽ? കാവലല്ല, കാവൽ ആപ്പൽ. പാലകയോ? ആപ്പൽ ബാന്ധവൻ എന്താണ് അതിന്റെ അർത്ഥം? എന്ന് പറഞ്ഞാൽ ആപത്ത് കാലത്ത് ഉപകരിക്കുന്ന ആള്. അതെ, ആപ്പിൾ- ആപ്പിൾ ബാന്ധവൻ ഇപ്പൊ ഞാൻ ആപ്പിൾ കേട്ടിട്ടുണ്ട്. ബാന്ധവൻ. ഓക്കെ ഇപ്പോഴാണ് അർത്ഥം മനസ്സിലായത്. ഓക്കെ റിഹാൻ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Ni pa maga sa sa